ഹായ് മക്കളെ, +1 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 9 ഹൈഡ്രോ കാർബൺസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം തന്നെ വൂഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ റിയാക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ ഫ്രം ആൽക്കൈൽ ഹലൈഡ്. ആൽക്കൈൽ ഹലൈഡുകളിൽ നിന്നും ആൽക്കെയിനുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ദേടാ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദേടാ CH3Br എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട്, അതിൽ സോഡിയം ആഡ് ചെയ്യുക. അങ്ങനത്തെ രണ്ട് CH3Br ആഡ് ചെയ്തിട്ട് സോഡിയത്തിൻ്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുക. ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ ഇവിടെ നോക്കിയാടാ രണ്ട് CH3കളും കൂടി ചേർന്ന് വന്നിട്ട് നമുക്ക് CH3 എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടാവും. ദാറ്റ് ഈസ് ഈഥൈൻ ഉണ്ടാവും. സോ നമ്മൾ എടുക്കുന്ന ഇപ്പോൾ രണ്ട് കാർബൺ ചെയിൻ എടുക്കാന്ന് വെച്ചോ, CH2Br എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് രണ്ടെണ്ണം എടുക്കുകയാണ്, പ്ലസ് 2Na ഇട്ട് ഹീറ്റ് ചെയ്തു. ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ എന്തായിരിക്കും പ്രോഡക്റ്റ് വരാ? എത്രയാണോ ഇവിടെയുള്ള ആൽക്കൈൽ ഹലൈഡുകൾ, ഇത് പറയുന്ന Br Cl ഒക്കെ വരുന്നതിനെയാണ് ആൽക്കൈൽ ഹലൈഡ് എന്ന് വിളിക്കുക. അതിൽ എത്ര കാർബൺ ആണ് ഉള്ളത്? അതിൻ്റെ ഡബിൾ ആയിരിക്കുള്ളൂ നമ്മുടെ പ്രോഡക്റ്റ് വരും. ഇവിടെ രണ്ടെണ്ണമാണ് ഉള്ളെങ്കിൽ പ്രോഡക്റ്റ് വരുമ്പോൾ എത്ര എണ്ണം വരും? 4 എണ്ണം വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ബ്യൂട്ടേൻ ആയിരിക്കും. CH3 CH2 CH2 CH3 പ്ലസ് 2NaBr എന്നായിരിക്കും പ്രോഡക്റ്റ് വരും. അങ്ങനെ രണ്ടെണ്ണം വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എത്രയാണോ കാർബൺ ചെയിൻ, വൂഡ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എത്രയാണോ കാർബൺ ചെയിനിലുള്ളത് കാർബൺ ആറ്റങ്ങൾ, അതിൻ്റെ ഡബിൾ ആയിരിക്കും. ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് എത്ര എണ്ണമായിട്ട് മാറും? 4 എണ്ണമായിട്ട് മാറും. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? വൂഡ്സ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ രണ്ട് കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കെയിൻ ആയിരിക്കും നമുക്ക് കിട്ടും. 3 എണ്ണത്തിലാണെങ്കിലോ 6 എണ്ണമുള്ളതായിരിക്കും നമ്മുടെ ഹെക്സൈൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ രീതിയിലാണ് വൂഡ്സ് റിയാക്ഷൻ ചെയ്യേണ്ടത് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻസിലൊക്കെ നമുക്ക് കയറി വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. കാർബോക്സിലിക് ആസിഡ് അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു CO2 റിമൂവ് ചെയ്യുക. ഡീകാർബോക്സിലേഷൻ മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുക ഫ്രം കാർബോക്സിലിക് ആസിഡ്. COOH ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് ഇല്ലടാ, അതിൽ നിന്നും ആ CO2നെ റിമൂവ് ചെയ്യാന്നുള്ളത്. അതിന് നമ്മൾ ചെയ്യുന്നത് സോഡ ലൈം വെച്ച് ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റുകളിൽ നമ്മൾ ശ്രദ്ധിക്കുക. CH3COOH എന്ന് പറയുന്ന ഒരു കാർബോക്സിലിക് ആസിഡ് ആണെന്ന് വെച്ചോ. COOH ഉള്ളതുകൊണ്ടാണ് അതിനെ കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കുക. അതിനെ NaOH വെച്ച് ട്രീറ്റ് ചെയ്താൽ CH3COONA+H2O2. പ്രത്യേകത, ഡീകാർബോക്സിലേഷൻ റിയാക്ഷനിൽ നടക്കുമ്പോൾ നമുക്ക് നടക്കുന്നത് ഈ COO എന്ന് പറയുന്നതാണ്. രണ്ട് ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് CO2 അത് അവിടെ നിന്ന് റിമൂവ് ആവും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ CH3COONA ആയ കോമ്പൗണ്ടിനെ നമ്മൾ NaOHും CaO, അതാണ് സോഡ ലൈം എന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആ CO2 പോയിട്ട് നമുക്കവിടെ CH4 ആയിട്ട് മാറും, പ്ലസ് Na2CO3 എന്നായിട്ട് മാറും. ഓക്കെ, Na2CO3. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുക വിത്ത് CaO, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CH3CONA എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? CH4 എന്നായിട്ട് മാറും, പ്ലസ് Na2CO3 എന്നാണ് പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഏതൊരു റിയാക്ഷനിൽ നോക്കിയാലും ഇപ്പോൾ എടുക്കുന്നത് CH3CH2COONA ആണ് എന്ന് വച്ചോ, അതിലോട്ട് നമ്മൾ NaOH ട്രീറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ CH3CONA എടുക്കാം, H എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഫോളോഡ് ബൈ CaO ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു CO2 പോയിട്ട് ഇതിൻ്റെ ഒപ്പം ഒരു H വരും. അപ്പോൾ CH3 എന്നായിരിക്കും പ്രോഡക്റ്റ് വരുന്നത്. ഇതേനായിരിക്കും കിട്ടുക. ഒരു കാർബോക്സിലിക് ആസിഡിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തേക്കാൾ ഒരു കാർബൺ ആറ്റം കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇതാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് ഓസോണോലിസിസ് എന്ന് വിളിക്കുക. ഓസോണോലിസിസ് എന്ന് പറഞ്ഞാൽ ഓസോണുമായിട്ടുള്ള റിയാക്ഷൻ. പക്ഷെ ഇവിടെ ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഇതേടെ എടുക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 എന്നാണെന്ന് വെച്ചോ. ഓക്കെ, ഇതൊരു രസമായിട്ട് നമുക്കിത് പഠിക്കാം, ഒരു കഥ പോലെ പഠിച്ചാൽ മതി. ഇതിലോട്ട് ഓസോൺ ആഡ് ചെയ്യാമെന്ന് വെച്ചോ. ഓസോൺ ആഡ് ചെയ്താൽ അവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും, ഓസോൺ ആയിട്ടുണ്ടാവും. പക്ഷെ അത് അങ്ങനെ പഠിക്കുന്നതിലും ബെറ്റർ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഓസോൺ ആഡ് ചെയ്താൽ വീട് ഉണ്ടാക്കണം എന്ന് നോക്കാം. വീട് നമ്മൾ നോർമലി ഇപ്പോൾ സാധാരണ ലാൻഡ്സ്കേപ്പ് ഒക്കെ വരയ്ക്കാറില്ലേ? 2 മല, അതിൻ്റെ ഇടയിലൊരു ഇത്, സൂര്യൻ ഉണ്ടാവും, പുഴയുണ്ടാവും, അതിൻ്റെ സൈഡിലൊരു വീട് അല്ലേ? ഇങ്ങനെയായിരിക്കും നമ്മളൊരു വീട് വരയ്ക്കുക. ഇതിനൊരു ജനലും വാതിലൊക്കെ വെച്ച് കൊടുക്കാം അല്ലേ? അപ്പം ഇതേ ഷേപ്പിൽ തന്നെ നമുക്കൊരു വീട് വരയ്ക്കാം. വീട് വരയ്ക്കുമ്പോൾ വീട് വരയ്ക്കും. വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ 3 മൂലകളിലും നമുക്ക് എന്ത് വേണം? ഓക്സിജൻ വേണം കേട്ടോ. ഓസോണിൻ്റെ 3 ഓക്സിജൻ. അപ്പോൾ ഞാൻ ആ 3 ഓക്സിജനുകളെ അങ്ങനെ തന്നെ വരും. വീടുണ്ടാക്കാൻ പോവാം കേട്ടോ, 3 ഓക്സിജനുകൾ. ദെൻ ഈ ഡബിൾ ബോണ്ടിൻ്റെ അവിടെയുള്ള 2 കാർബൺ ആറ്റങ്ങളിട്ട അത് 2 എണ്ണവും അപ്പുറത്തും ഇപ്പുറത്തായിട്ടും വരയ്ക്കാം. വീടിൻ്റെ ഷേപ്പിലുള്ള ഒരു കോമ്പൗണ്ട് കിട്ടൂലേ?
ഇതിനെയാണ് നമ്മൾ ഓസോണൈഡ് എന്ന് വിളിക്കുക കേട്ടോ, വീടിൻ്റെ ഷേപ്പിലുള്ള കോമ്പൗണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന വെള്ളമായിരിക്കും, H2 ആയിരിക്കും, ഇൻ ദ പ്രസൻസ് ഓഫ് സിങ്ക്. ഒരു വീടിൻ്റെ പുറത്ത് നിറച്ച് വെള്ളം ഒഴിച്ച് എന്ത് പറ്റും, വീട് പൊളിയും എന്ന് ഓർക്കുക. വീട് പൊളിയുമ്പോൾ എങ്ങനെയാണ് പൊളിയാം, ആദ്യം മുകളിൽ നിന്ന് പൊളിയും എന്നിട്ട് താഴെ പൊളിയും, അല്ലാതെ നേരെ താഴെ പൊളിയോ ഇല്ല. മുകളിൽ നിന്ന് എങ്ങനെയായിരിക്കും പൊളിയാം, മുകളിൽ നിന്ന് പൊളിഞ്ഞു ദെൻ താഴെ പൊളിഞ്ഞു. ഇപ്പോൾ മുകളിൽ നിന്ന് പൊളിഞ്ഞു കഴിഞ്ഞ് താഴോട്ട് പൊളിഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് O എന്നും വരും, ഇവിടെയും CH2O. ദാറ്റ് ഈസ് ആക്ച്വലി എന്ത് തന്നെയാണെന്നറിയോ, HCHO എന്നാണ് വരുന്നത് കേട്ടോ. ഇത് രണ്ടും HCHO തന്നെയാണ്. അപ്പോൾ 2HCHO ആയിരിക്കും നമുക്ക് കിട്ടുക, ഫോർമാൽഡിഹൈഡ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം, വീട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓസോൺ ആഡ് ചെയ്യുക, ഓസോൺ ആഡ് ചെയ്യുമ്പോൾ എന്താ, വീട് പോലുള്ള ഒരു കോമ്പൗണ്ട്. നമുക്ക് വേറൊരെണ്ണം കൂടി ചെയ്തു നോക്കാം. ഇപ്പോൾ CH3 വീട് പോലുള്ള കോമ്പൗണ്ട്, CH ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചോ. ഓസോൺ ആഡ് ചെയ്തു, അപ്പോൾ എന്തായിരിക്കും, വീടുണ്ടാക്കണം. വീടുണ്ടാക്കാൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, 3 ഓകളെ എഴുതി. ഇനി ഡബിൾ ബോണ്ടിൽ അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക, CH2 ഇവിടെ വരും, ഇവിടെയാണെങ്കിൽ CH3CH ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കുള്ളൂ പ്രോഡക്റ്റ് വരുന്നത്. ഇനി ഇതിലോട്ട് എന്താ ആഡ് ചെയ്യുക, ZnH2O, വെള്ളം ചേർത്തു. വെള്ളം ചേർത്താൽ ബോണ്ടുകൾ പൊളിയും, മുകളിൽ നിന്നും താഴെ നിന്നും പൊളിയും. ഓക്കെ, മുകളിൽ നിന്ന് പൊളിഞ്ഞു കഴിഞ്ഞിട്ട് താഴെ നിന്ന് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോരും, CH3CH അതിൻ്റെ ഒപ്പം ഓയും ഉണ്ടാവും, ഇവിടെയാണെങ്കിലോ CH2O എന്നുമായിരിക്കും വരാം. സോ ദീസ് വിൽ ബി ദ 2 പ്രോഡക്ട്സ്. ഇവിടെ 2 പ്രോഡക്റ്റിൽ വ്യത്യാസം ഉണ്ടാകും. നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ രണ്ടും സെയിം തന്നെയാണ്. ഇങ്ങനെ വീടുണ്ടാക്കുക, വീട് പൊളിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഓസോണായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും വീട് ആയിട്ടുണ്ടാകുന്നതിന് പൊളിച്ചിട്ട് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റുകൾ എഴുതും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓസോണോലിസിസ് നമ്മൾ ചെയ്യുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റിയാക്ഷൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ്ങിൽ രണ്ടാമത്തെ പ്രോഡക്റ്റും മൂന്നാമത്തെയും എഴുതാനായിട്ട് ആ 2 പ്രോഡക്റ്റിൽ ഓസോണൈഡ് കിട്ടുന്നതും ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റുകൾ കിട്ടുന്നതും ചോദിക്കാറുണ്ട്. അപ്പോൾ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഇതേപോലെ തന്നെ വരുന്നതാണ് കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ CH4നെ ഓക്സിഡൈസ് ചെയ്യുക. അവിടെ ഉപയോഗിക്കുന്ന ഓരോ കാറ്റലിസ്റ്റിനനുസരിച്ച് പല പ്രോഡക്റ്റുകളായിരിക്കും നമുക്ക് കിട്ടുക. ഇതേടാ ആ റിയാക്ഷനുകളെല്ലാം നോക്കിയിരിക്കണം. CH4 ഓക്സിജൻ കൂടി റിയാക്ട് ചെയ്യുമ്പോൾ എടുക്കുന്നത് നമ്മൾ കോപ്പർ ആണ് എടുക്കുന്നതെന്ന് വെച്ചോ. കോപ്പർ ആണ് നമ്മൾ എടുക്കുന്നത് അറ്റ് 523 കെൽവിൻ ആൻഡ് 2100 atm പ്രഷർ. അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ, മെത്തനോൾ ആയിരിക്കും അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്. കൺട്രോൾഡ് ഓക്സിഡേഷനിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാ, മെത്തനോൾ ആയിരിക്കും. ഇനി അതേസമയം തന്നെ നമ്മൾ എടുക്കുന്ന MO2O3 എന്ന് പറയുന്ന റിയേജൻ്റ് ആണെന്ന് വെച്ചോ, കാറ്റലിസ്റ്റ് ആണെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, മെത്തനാൽ എന്ന് പറയുന്നതായിരിക്കും. മെക്കാനിസം ഒന്നും നോക്കണ്ട, ഏതാണോ കാറ്റലിസ്റ്റ് അതിൻ്റെ പ്രോഡക്റ്റ്. CU ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മെത്തനോൾ ആയിരിക്കും. MO2O3 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, MO2O3, MO എന്ന് പറയുന്നത് മൊളിബ്ഡിനം എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്, അതിൻ്റെ ഓക്സൈഡ് ആണ് MO2O3. അതിൻ്റെ റിയേജൻ്റ് ആഡ് ചെയ്താൽ HCHO മെത്തനാൽ ആയിരിക്കും നമുക്ക് കിട്ടാം. ദെൻ അതിൽ അതേപോലെ തന്നെ അടുത്തൊരാളാണ് CH3COOMn എന്ന്, മാംഗനീസ് അസിറ്റേറ്റ് എന്ന് വിളിക്കും. അതിൻ്റെ പ്രസൻസിൽ നമ്മൾ ഇതുപോലെ ഓക്സിഡൈസ് ചെയ്താൽ കിട്ടുന്ന എത്തനോയിക് ആസിഡ് ആയിരിക്കും. പക്ഷേ അവിടെ എടുക്കുന്ന ആളുണ്ട്, റിയേജൻ്റ് വേറെയാണ്, ഈഥൈൻ ആണ് എടുക്കുക. ഈഥൈൻ എടുത്തിട്ട് അതിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, എത്തനോയിക് ആസിഡ് ആയിരിക്കും പ്രോഡക്റ്റ്. അപ്പോൾ ഈ 2 റിയാക്ഷനുകൾ എന്തായാലും നോക്കാം. CU എടുത്താൽ മെത്തനോളും MO2O3 എടുത്താൽ മെത്തനാളും ആണ് കിട്ടുക. ഇനി ഈഥൈനിലോട്ടാണ് നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്യുന്ന ഓക്സിഡേഷൻ നടത്തുന്നത്. CH3CO2Mn എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ എത്തനോയിക് ആസിഡ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പോൾ എന്തായാലും ഈ 3 റിയാക്ഷനുകൾ നോക്കണം. 3 റിയാക്ഷൻ അങ്ങനെ തന്നെ പഠിക്കാനുള്ളതാണ്. കാറ്റലിസ്റ്റ് മാറുന്നതനുസരിച്ച് ഓരോ റിയാക്ഷനുകളെ മെക്കാനിസം മാറും, കിട്ടുന്ന പ്രോഡക്റ്റുകളും മാറും. മെക്കാനിസം നോക്കണ്ട, പ്രോഡക്റ്റ് മാത്രം പഠിച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. കംപ്ലീറ്റ് ദ ഫോളോയിങ്ങിൽ എഗെയിൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മാറിപ്പോകരുത്, ഏതാണ് കാറ്റലിസ്റ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്തൊരു റിയാക്ഷൻ നോക്കാം, ഐസോമറൈസേഷൻ. ഇതിൽ വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല. നമ്മുടെ നോർമൽ ഹെക്സൈനെ നമ്മൾ ആൽക്കൈൽ AlCl3 ആൻഡ് ബാർ HCl അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഐസോമറുകൾ കിട്ടും കേട്ടോ. ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഐസോമറുകൾ, ചെയിൻ ഐസോമറുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, ചെയിൻ ഐസോമറുകളായിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നോക്കിയാൽ ഹെക്സൈൻ്റെ കേസിൽ AlCl3യും അതുപോലെ HCl കൂടി ആഡ് ചെയ്താൽ 2-methyl pentane 3-methyl pentane എന്നുള്ള 2 ഐസോമറുകൾ കിട്ടും, ചെയിൻ ഐസോമറുകളെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്, ഐസോമറൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഓക്കെ, ഇനി 2 റിയാക്ഷനുകൾ കൂടിയുള്ളൂ. അതിൽ ഒരെണ്ണമാണ് ആരോമാറ്റൈസേഷൻ എന്ന് വിളിക്കുക. ആരോമാറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതേടാ ഹെക്സൈനെ നമ്മൾ AlCl3 ഡയലൂട്ട് HCl ആഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയത് ഫങ്ഷണൽ ഐസോമറുകളാണെങ്കിൽ ഇവിടെ നമ്മൾ CrO2CO3യും Cr2O3 അല്ലെങ്കിൽ V2O5 അല്ലെങ്കിൽ MO2O3 അറ്റ് 773 കെൽവിൻ 100 to 200 atm പ്രഷർ. ഓക്കെ, സോറി
10 to 20 atm പ്രഷറാണ്. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് എന്തായിരിക്കും? ബെൻസീൻ ആയിരിക്കും കിട്ടുക. ഇങ്ങനെ എഴുതിയേക്കുന്ന സാധനം എന്താ? ബെൻസീനാണ് കേട്ടോ. 10 to 20 atm പ്രഷറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? ബെൻസീൻ ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് ആരോമാറ്റിക് പ്രോഡക്റ്റ്. ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. ഇപ്പോൾ നോർമൽ ഒരു കോമ്പൗണ്ടിൽ നിന്ന് നമ്മളൊരു അരോമാറ്റിക് കോമ്പൗണ്ട് ആക്കുന്നതിനെയാണ് അരോമാറ്റൈസേഷൻ എന്ന് വിളിക്കുക. പ്രത്യേകത ഉണ്ട്, അത് കാർബണേക്കാളും കൂടുതലാവണം. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ചൂടാക്കുമ്പോൾ സ്യൂട്ടബിൾ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബെൻസീൻ. ഓക്കെ, ഇനി ബെൻസീൻ്റെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ കൂടി ഉണ്ട്. ഈഥൈനിൽ നിന്നും നമുക്ക് ബെൻസീനെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഈഥൈനിൽ നിന്നും ബെൻസീനെ പ്രിപ്പയർ ചെയ്യാം. ഈഥൈനിൽ നിന്നും ബെൻസീനെ പ്രിപ്പയർ ചെയ്യാൻ ഈഥൈൻ അല്ലെങ്കിൽ അസറ്റലീൻ എന്ന് വിളിക്കുന്നത് ഇതാണ്, CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന്. ഇങ്ങനെ 3 എണ്ണം റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ കൂടി 873 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബെൻസീൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പോളിമറൈസേഷൻ ഓഫ് ഈഥൈൻ എന്ന് പറയും. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ആയിരിക്കില്ല ചോദിക്കുക, ഇങ്ങനെ ചോദിക്കോടാ. ഇത് തന്നെ 3 എണ്ണം തരും കേട്ടോ. CH3 CH 3 CH ഇതിൽ റെഡ് ഹോട്ട് അയൺ ട്യൂബ് ആയിരിക്കും തരാം. അയൺ ട്യൂബ് അറ്റ് 873 കെൽവിൻ. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? ബെൻസീൻ റിങ് കിട്ടും. ഓക്കെ, ബെൻസീനെ നമുക്ക് ഇങ്ങനെ വട്ടം വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ 3 ബോണ്ടുകളാക്കിയും വരയ്ക്കാം. സെയിം. സോ ഇങ്ങനെയും ചോദിക്കാം. 3 എണ്ണം ഇങ്ങനെ ഫിഗർ ആയിട്ട് നിങ്ങൾക്ക് NCERT ടെക്സ്റ്റിലുള്ളതാണ്. ഫിഗർ ആയിട്ട് വരയ്ക്കാതെ നേരെ ഇങ്ങനെ CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് നേരിട്ട് തന്നാലും ഇതുപോലെ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുക. ഓക്കെ, ഇനി ഒരു സെറ്റ് ഓഫ് റിയാക്ഷൻസും കൂടിയാണ് നമുക്കുള്ളത്. ആൽക്കൈനിൽ നിന്നും ആൽക്കിൻ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അവിടുത്തെ കാറ്റലിസ്റ്റിനനുസരിച്ച് ഇതേപോലെ പ്രോഡക്റ്റുകൾ വ്യത്യാസം ഉണ്ടാവും. ഇതേടാ ആൽക്കൈൻ എടുക്കുകയാണ്. RC ട്രിപ്പിൾ ബോണ്ട് CR ഡാഷ്. R ഡാഷ് എന്ന് പറഞ്ഞാൽ വേറൊരു കാർബൺ ചെയിൻ ആണ്. R എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കാർബൺ ചെയിൻ. C ട്രിപ്പിൾ ബോണ്ട് C പ്ലസ് H2 ഹൈഡ്രജൻ ആഡ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് പലേഡിയം PD⁻C. ഈ PD⁻Cനെ നമ്മൾ വിളിക്കുന്നതാടാ ലിൻലേഴ്സ് കാറ്റലിസ്റ്റ് എന്ന് ചോദിക്കും കേട്ടോ. ലിൻലേഴ്സ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പലേഡിയം ഇൻമൊബിലൈസ്ഡ് ഓൺ കാർബൺ എന്നാണ്. പലേഡിയം പ്രസന്റ് ഓൺ കാർബൺ, കോട്ടഡ് കാർബൺ കേട്ടോ. പലേഡിയം എന്ന് പറഞ്ഞൊരു മെറ്റൽ കാർബണിന്റെ പ്രസൻസിൽ ഇൻമൊബിലൈസ് ചെയ്ത് കോട്ട് ചെയ്തേക്കുന്നു. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ലിൻലേഴ്സ് കാറ്റലിസ്റ്റ്. ലിൻലേഴ്സ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രോഡക്റ്റ് വരാമെന്നറിയോ? സിസ് ആൽക്കീൻ ആയിരിക്കും പ്രോഡക്റ്റ്. അതായത് 2 R ഗ്രൂപ്പുകൾ എന്താ സെയിം സൈഡിൽ വരും. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയതാണ് സിസും ട്രാൻസും വരയ്ക്കാനുള്ളത്. എന്തായാലും അത് ചെക്ക് ചെയ്യുക. അപ്പോൾ സിസ് ആൽക്കീൻ ആക്കി 2 R ഗ്രൂപ്പുകൾ എന്തായിരിക്കും? സെയിം സൈഡിലായിരിക്കും വരാം. ഇനി നമുക്ക് വേണ്ട പക്ഷേ ട്രാൻസ് ആൽക്കീൻ ആണെങ്കിൽ അവിടെ ആഡ് ചെയ്യുന്ന റിഡക്ഷൻ നടത്തിയിട്ട് H2 ആഡ് ചെയ്യുമ്പോൾ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ ആയിരിക്കും ആഡ് ചെയ്യുക. Na ഇൻ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ് ആൽക്കീൻ. കണ്ടോ, 2 R ഗ്രൂപ്പുകളും ഓപ്പോസിറ്റ് ആയിട്ടാണ് C ഡബിൾ ബോണ്ട് വരെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ട്രാൻസ് ആൽക്കീൻ. അപ്പോൾ സിസ് ആൽക്കീൻ ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എടുക്കേണ്ട കാറ്റലിസ്റ്റ് PD⁻C ആണ്. ലിൻലേഴ്സ് കാറ്റലിസ്റ്റ് ആണ് എടുക്കേണ്ടത്. ട്രാൻസ് ആണ് എടുക്കേണ്ടെങ്കിൽ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ആണ് യൂസ് ചെയ്യുക. സോ H2 ഇൻ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ട്രാൻസ് ആൽക്കീൻ ആയിട്ട് മാറ്റാം. സോ ദീസ് ആർ ദി 2 റിയാക്ഷൻസ്. അപ്പോൾ ഇതെന്തായാലും നോക്കാം. ഇനി നമ്മുടെ പോളിമറൈസേഷൻ്റെ റിയാക്ഷൻ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ റിയാക്ഷൻ കൂടി എന്തായാലും നോക്കിയേക്കാം. സോ ഇത്രയുമാണ് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ റിയാക്ഷൻസ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഐദർ കംപ്ലീറ്റ് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ ചോദിക്കാറുണ്ട്. കാറ്റലിസ്റ്റുകളും എഴുതാനായിട്ട് പറയാറുണ്ട്. സോ നല്ല അടിപൊളിയായിട്ട് ഈ പറഞ്ഞ റിയാക്ഷനുകളെല്ലാം നോക്കുക. സോ കൃത്യമായിട്ട് പഠിക്കുക. എക്സാമുകൾക്ക് ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും കേട്ടോ.